ഐഫോൺസിൽ ചെയ്ത് നോക്കാൻ പറ്റിയ കുറച്ച് ടിപ്സ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് ആപ്പ് എടുക്കുക. ഫോട്ടോസ് ആപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പം ഫോട്ടോയുടെ ഏറ്റവും ആദ്യത്തെ ആൽബത്തിൽ പോകണമെങ്കിൽ ജസ്റ്റ് മുകളിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നതായിരിക്കും. അടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഫോട്ടോസ് മൊത്തം ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെലക്ട് കൊടുക്കുക. അടുത്തായിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് മുകളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങളുടെ ഫോട്ടോസ് മൊത്തമായിട്ട് ഇവിടെ സെലക്ട് ആവുന്നതായിരിക്കും. എല്ലാ ഫോട്ടോസും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിക്ക് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് ആൽബം തന്നെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ മഴയുടെ സൗണ്ട് കേട്ട് ഉറങ്ങണമെങ്കിൽ ജസ്റ്റ് നമുക്ക് താഴേക്ക് ഒന്ന് ഇവിടെ കാട്ടും ഹിയറിംഗ് ആയിട്ട് നമ്മുടെ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാട്ടും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നതാണ്. ഇനി മഴയുടെ സൗണ്ട് മാറ്റിയിട്ട് വേറെ സൗണ്ട് ആണെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അവിടെ കണ്ടിട്ടും പലതരം വേറെ സൗണ്ട്സ് കൂടെ കിട്ടുന്നതായിരിക്കും. ഓഷ്യൻ്റെ സൗണ്ട് ഉണ്ട്, സ്ട്രീമുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള സൗണ്ട്സ് നിങ്ങൾക്ക് കൂടെ കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം കേട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഇത് ഓഫ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ കണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഓഫ് കൊടുത്താൽ മതി, ഓഫ് ആവുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഒരു എയർപോഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേറെ ഏതൊരു റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ അവിടെ കൊണ്ട് വയ്ക്കുക, എന്നിട്ട് ലൈവ് ലിസൺ ഓൺ ആക്കി വയ്ക്കുക. ഓൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് നിങ്ങളുടെ എയർപോഡ് നിങ്ങളുടെ ചെവിയിൽ വെച്ചിട്ട് ദൂരെ പോയി മറിയുന്ന നിങ്ങളുടെ ഐഫോൺ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എയർപോഡ്സ് വഴി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. പക്ഷേ നിങ്ങളത് നല്ല കാര്യത്തിന് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അടുത്തൊരു ഫീച്ചർ എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഫോണിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് നേരെ താഴേക്ക് ഇവിടെ ആക്സസിബിലിറ്റി എന്ന് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആക്സസിബിലിറ്റി സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ ഇങ്ങോട്ട് നേരിടാൻ കണ്ടും ടച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ടച്ച് സെലക്ട് ചെയ്തിട്ട് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ ബാക്ക് ടാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ കണ്ടിട്ട് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ടാണ് ഇവിടെ സെലക്ട് ചെയ്ത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഒത്തിരി ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വരണമെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഇനേബിൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് നിങ്ങൾക്ക് ഇപ്പം എത്ര സെറ്റിംഗ്സ് നിങ്ങൾ അകത്തോട്ട് വന്ന് അത്രയും സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ജസ്റ്റ് ഈ സെറ്റിംഗ്സ് അകത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ നിങ്ങൾ മുമ്പിലോട്ടും ബാക്കിലോട്ടും വന്നതും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സെറ്റിംഗ്സിൽ പോകണമെങ്കിൽ ജസ്റ്റ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നേരെ സെറ്റിംഗ്സിൻ്റെ അകത്ത് നിങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് രാത്രി കാണെങ്കിൽ നമ്മൾ ഫോണിൻ്റെ ടോർച്ച് യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഇവിടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് ടോർച്ച് ഓൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ടോർച്ച് ഓഫ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാമറ ഐക്കോൺ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോർച്ച് ഓഫ് ആവുന്നതായിരിക്കും. അപ്പോൾ രാത്രി കാലങ്ങളിൽ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണത്. അപ്പോൾ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിൽ സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ പല സമയത്ത് നിങ്ങളുടെ ഫോണിന് ചുറ്റും നടക്കുന്ന സൗണ്ടും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഈ ഒരു റെക്കോർഡിങ്ങിൽ വരാറില്ല. അപ്പോൾ അത് എങ്ങനെ വരുത്തണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ഐക്കൺ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുന്നത് ഇവിടെ തൊട്ട് താഴെ ഇവിടെ കാണാൻ പറ്റും മൈക്രോഫോൺ ഓഫ് ആണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈക്രോഫോൺ ഓൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഫോണിന് ചുറ്റും നടക്കുന്ന എന്ത് സാധനങ്ങളും നിങ്ങളുടെ ഫോൺ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതും റെക്കോർഡ് ആവുന്നതായിരിക്കും. റെക്കോർഡ് അനുസരിച്ച് ഇത് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് ഫേസ്ബുക്കിലേക്കുള്ള ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഫേസ്ബുക്ക് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ബ്രോഡ്കാസ്റ്റ് കൊടുത്താൽ ജസ്റ്റ് ഡയറക്റ്റ് നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് അത് പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് ആപ്പിലായിരിക്കും നിങ്ങളുടെ ഫോൺ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. ഐഫോണിൻ്റെ ഒരു പ്രൈവസിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ നല്ല പ്രൈവസി ആയിരുന്നൊരു ഫോണാണ് ഐഫോൺ. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ലാസ്റ്റായിട്ട് നിങ്ങളുടെ ക്യാമറയോ മൈക്കോ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് ആ ഫോൺ തന്നെ നമുക്കത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്യാം. അടുത്തായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മുടെ മ്യൂസിക് കണക്ഷനായിട്ട് മൈക്കും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ക്യാമറയും മൈക്ക് യൂസ് ചെയ്യുന്നത് കാണാനായിട്ട് ജസ്റ്റ് താഴേക്കൊന്നും ഇവിടെ കണ്ടിട്ടും മുകളിലായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മുടെ ക്യാമറ, മൈക്ക്, ലൊക്കേഷൻ. ഈ 3 കാര്യങ്ങൾ ഇവിടെ ഏതൊക്കെ ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ അറിവില്ലാതെ ഏതെങ്കിലും ആപ്പ് നിങ്ങളുടെ ക്യാമറയോ മൈക്രോഫോണോ ലൊക്കേഷനോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്യാമറയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് സേഫ്റ്റി വർദ്ധിപ്പിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോണിനകത്ത് കാൽക്കുലേറ്റർ ആപ്പ് തപ്പി നടക്കുന്ന കാര്യമായിട്ട് ജസ്റ്റ് ഈ രീതിക്ക് ഒന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നതായിരിക്കും. ജസ്റ്റ് ഇവിടെ വന്നിട്ട് 12+50 അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ റിസൾട്ട് ഇവിടെ തന്നെ നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഈ തരത്തിൽ നമുക്ക് എന്ത് കാൽക്കുലേഷൻ വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ആ കാൽക്കുലേഷൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കാൽക്കുലേറ്റർ ആപ്പ് തപ്പിനി നടക്കണ്ട. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒത്തിരി ആപ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ആപ്സ് എല്ലാം നിങ്ങളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹോം സ്ക്രീൻസ് ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത്. ഇവിടെ കാണട്ടെ എനിക്കിപ്പം മൊത്തം 3 ഹോം സ്ക്രീൻ ഉണ്ട്. 3 ഹോം സ്ക്രീനായിട്ട് എൻ്റെ ആപ്പ് ലൈബ്രറി ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഓഫ് ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഹോം സ്ക്രീനിനകത്ത് ഏതെങ്കിലും ഒരു ബ്ലാങ്ക് സ്പേസിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടോഗിൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ബാറിനകത്ത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോം സ്ക്രീൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ടിക്ക് മാർക്ക് ഒന്ന് അൺചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എല്ലാം അൺചെക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്നിട്ട് ഡൺ കൊടുക്കുക. ഇനി ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്തതിനോട് കണ്ടും ആ പേജസ് എല്ലാം പോയിട്ടുണ്ട്. ഡയറക്റ്റ് എൻ്റെ ആപ്പ് ലൈബ്രറി ഓപ്പൺ ആവുന്നുണ്ട്. ഈ രീതിക്ക് നിങ്ങൾക്ക് കുറേ ആപ്സ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്തും വയ്ക്കാൻ പറ്റുന്നതാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ കുറേ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഫോട്ടോസ് ആപ്പിൽ ഹൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഒപ്പം അത് തന്നെ നിങ്ങൾക്ക് ഫേസ് ഐഡിയോ പാസ്വേഡോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലോക്ക് ചെയ്തും വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫോട്ടോസ് ആപ്പ് എടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോ ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് ഹൈഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്യുക. ഈ മുകളിലുള്ള 3 ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നതായിരിക്കും. ജസ്റ്റ് സെലക്ട് ചെയ്യുക.
താഴെ കൊണ്ട് ഹൈഡ് ഫോട്ടോ കൊടുത്താൽ നിങ്ങളുടെ ഫോട്ടോ ഹൈഡ് ആവുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ഫോട്ടോ ഹൈഡ് ചെയ്താലും കംപ്ലീറ്റ് ആയിട്ട് അത് ഹൈഡ് ആവത്തില്ല. അത് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നേരെ താഴേക്ക് വന്ന് ഇവിടെ കണ്ടും ഹിഡൻ ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്, ഹിഡൻ ആൽബം ഇവിടെ കിട്ടുന്നുണ്ട്, റീസെൻ്റ്ലി ഡിലീറ്റഡ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പം കാണാൻ പറ്റും. എനിക്കിവിടെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതായത് എൻ്റെ ഫേസ് ഐ ഡി വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ എനേബിൾ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സെറ്റിംഗ്സ് എടുക്കുക, നേരെ താഴെ വന്ന് നിങ്ങൾക്ക് ഫോട്ടോസ് എന്ന് പറഞ്ഞ സെക്ഷൻ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. താഴെ ഇവിടെ നിന്ന് കാണാൻ യൂസ് ഫേസ് ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓഫ് ആണെങ്കിൽ എനിക്ക് അവിടെ പാസ്വേഡ് കാണിക്കത്തില്ല. ജസ്റ്റ് ഞാൻ അത് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫേസ് ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കണ്ടും ഷോ ഹിഡൻ ആൽബം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇത് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് ആപ്പിലും ഹിഡൻ ആൽബത്തിൻ്റെ ഒരു സെക്ഷൻ കാണിക്കുന്നില്ല. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് എൻ്റെ ഫോട്ടോസ് ആപ്പിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഹിഡൻ ആൽബം കാണിക്കത്തില്ല. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ഹിഡൻ ആൽബം നിങ്ങൾക്ക് ഫോട്ടോസ് ആപ്പിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ടൈമർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കൺട്രോൾ സെൻ്റർ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ടൈമറിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. ജസ്റ്റ് അത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ടൈം വേണം അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടൈമർ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇവിടെ കാണുന്നത് നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈമർ ആപ്പ് ഓപ്പൺ ആയിട്ട് ഇവിടെ ടൈമർ ഓടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒരു അനലോഗ് സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. അത് ഞാൻ എങ്ങനെ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങളുടെ ക്ലോക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ സ്റ്റോപ്പ് വാച്ച് എടുക്കുക. ഇപ്പോൾ സ്റ്റോപ്പ് വാച്ചിന് സെക്ഷനാണ് ഓണാൻ നിൽക്കുന്നത്. ഇവിടെ കണ്ടിട്ട് എൻ്റെ സ്റ്റോപ്പ് വാച്ച് ഓടുന്നുണ്ട്. ജസ്റ്റ് റൈറ്റിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കണ്ടിട്ട് ഒരു അനലോഗ് സ്റ്റോപ്പ് വാച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ലാപ്പ് ആണ്. ജസ്റ്റ് നിങ്ങൾ ലാപ്പ് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഓരോ ലാപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിരിക്കും. ഓരോ ലാപ്പ് ടൈമിങ് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണിക്കുന്നതായിരിക്കും. ഒരു വിൻറ്റേജ് ടൈപ്പ് ലുക്കിലുള്ളൊരു അനലോഗ് ടൈപ്പ് സ്റ്റോപ്പ് വാച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും സീ യു.